Hi all, welcome to my online classes. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോബബിലിറ്റിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണമെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ സാധാരണ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലാക്കുക. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് എക്സ്പെരിമെൻറ്റ്സ് ആണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഞാനൊരു കോയിൻ ടോസ് ചെയ്യണം. ഓക്കെ, കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അതായത് ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോസിങ് എ കോയിൻ നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രണ്ട് റിസൾട്ടാണ് ആകെ ഉള്ളത്. ഒരു ഹെഡ് കിട്ടും, പിന്നെ ടെയിലും കിട്ടും. അപ്പം നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ഹെഡാണോ കിട്ടുന്നത് ടെയിലാണോ കിട്ടുന്നത് എന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് വരുന്ന പ്രോബ്ലംസാണ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി മീൻസ് ഒരു ചാൻസ്. അതായത് ഇപ്പോൾ ഹെഡ് വിടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഹെഡ് വിടാനുള്ള ഒരു ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പ്രോബബിലിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: ദ ന്യൂമറിക്കൽ ഇവാലുവേഷൻ ഓഫ് ചാൻസ് ഫാക്ടർ ഓഫ് ആൻ ഈവൻറ്റ്. ഒരു ഈവൻറ്റിൻ്റെ ചാൻസ് ഫാക്ടറിനെ ന്യൂമറിക്കലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റിക്കകത്ത് കുറച്ച് ടേംസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എന്താണ് ഈവൻറ്റ്? ഓക്കെ, വാട്ട് യു മീൻ ബൈ ഈവൻറ്റ്? അപ്പം നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഔട്ട്കംസ് കിട്ടും. ആ ഔട്ട്കംസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഈവൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു ടേം എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പം എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് ഏതൊക്കെ ഔട്ട്കംസ് ഉണ്ടോ ആ എല്ലാ ഔട്ട്കംസും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു കോയിൻ ടോസ്, ഞാൻ ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് നമ്മളത് ഈ ഒരു മെത്തേഡ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് രണ്ട് ഔട്ട്കംസാണ്. ഇതിൽ ഓരോ ഔട്ട്കത്തിനെ നമ്മൾ ഈവൻ്റ് എന്ന് പറയും. സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ നമ്മളതിന് നൊട്ടേഷൻ കൊടുക്കുന്ന എസ് എന്നാണ്. അപ്പം ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം ഇതിനകത്ത് ആകെ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ് അതെല്ലാം കൂടെ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡും ടെയിലുമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മിക്ക പ്രോബ്ലത്തിലും നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇതിനകത്തൊരു ടേം വരുന്നുണ്ട്, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്നതിന് വേറൊരു പേരാണ് നമുക്ക് ഡിസ്ജോയിൻ്റ് ഈവൻറ്റ്സ് എന്നും പറയാം. നിങ്ങൾ ഡിസ്ജോയിൻ്റ് സെറ്റ് പഠിക്കുന്നുണ്ട്. രണ്ട് സെറ്റ് ഡിസ്ജോയിൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും വരാത്ത കേസ്, അതായത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ. നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇൻ്റർസെക്ഷനകത്ത് വരുന്നത്. ആ ഒരു ഇൻ്റർസെക്ഷൻ എടുക്കപ്പോഴും നമുക്ക് എം ഡി ആണ് കിട്ടുകയാണെങ്കിൽ, അതായത് ഇൻ്റർസെക്ഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതാണ് ഡിസ്ജോയിൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതേ രീതിയിൽ രണ്ട് ഈവൻറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ഈവൻ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ ഈസ് നോ പോയിൻ്റ് ഇൻ കോമൺ. Okay, if there is no point in common in between
ദ പോയിൻറ്റ്സ് ബിലോങ്ങിങ് ടു എ ആൻഡ് ബി. നമ്മൾ രണ്ട് ഈവൻ്റ് എടുക്കുക, എ ബി എന്ന് പറഞ്ഞ് രണ്ട് ഈവൻ്റ് എടുക്കണം. ആ രണ്ട് ഈവൻറ്റും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ ആ രണ്ട് ഈവൻറ്റിനും കോമൺ ആയിട്ട് ഒരു പോയിൻറ്റും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടു ഈവൻറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് if there is no point in common in between the points belonging to A and B. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു ടേമാണ് എക്സോസ്റ്റിക് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ എന്താണ് എക്സോസ്റ്റിക് ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഈവൻറ്റ്സ് വരാം. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ രണ്ട് ഈവൻ്റേ ഉള്ളൂ. ഓക്കെ, ഒരു സിംഗിൾ കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ഈവൻ്റേ ഉള്ളൂ. ഇനി നമ്മൾ ഡൈയുടെ ഒരു കേസുണ്ട്. ഡൈ മീൻസ് ഡൈസിൻ്റെ ഒരു കേസുണ്ട്. ഡൈസിൽ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്പേഴ്സ് 1 to 6 ആണ് അതിൻ്റെ അകത്ത് വരുന്ന ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് ചെയ്യപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഈവൻറ്റ്സ് വരാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് എ സെറ്റ് ഓഫ് ഡിസ്ജോയിൻ്റ്. നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള കുറച്ച് ഈവൻറ്റ്സ് എടുക്കുകയാണ്. ആ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് സപ്പോസ് A1 A2 എക്സെട്ര AN ആണ്. ഇത് മ്യൂച്വലി എക്സോസ്റ്റീവ് എന്ന് പറയണമെങ്കിൽ ഈ എല്ലാ ഈവൻറ്റ്സിൻ്റെയും കൂടെ യൂണിയൻ എടുക്കപ്പോൾ, ഓക്കെ, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂടെ വാല്യൂസ് കമ്പൈൻ ചെയ്യപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് അകത്ത് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടോ അതെല്ലാം കൂടെ ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അപ്പം നമ്മൾ ഒരു സെറ്റിൻ്റെ അകത്തുള്ള ഡിസ്ജോയിൻ്റ് ഈവൻറ്റ്സ് എടുക്കും. ആ ഡിസ്ജോയിൻ്റ് ഈവൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുമെങ്കിൽ ആ ഈവൻറ്റ്സിനെ പറയുന്ന പേരാണ് എക്സോസ്റ്റിക് ഈവൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഒന്നുകൊണ്ട് ഡെഫിനേഷൻ വായിക്കാം. എക്സോസ്റ്റിക് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഡിസ്ജോയിൻ്റ് ഈവൻറ്റ്സിന് തന്നെയാണ് വേറൊരു പേര് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്നും പറയും. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആണ് A1 A2 എക്സെട്ര AN. ഇതിന് നമ്മൾ എക്സോസ്റ്റിവ് ഈവൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ യൂണിയൻ ഓഫ് ദിസ് AIs എന്ന് ഉദ്ദേശിക്കുന്നത് A1 A2 എക്സെട്ര AN ആണ്, ഈസ് ദ സാമ്പിൾ സ്പേസ്. അതായത് ഈ AIസിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടുകയാണെങ്കിൽ നമുക്കത് പറയാം എക്സോസ്റ്റിക് ഈവൻറ്റ്സ് ആണെന്ന്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു ഡെഫിനിഷനാണ്. എന്താണ് പ്രൈമറി ഈവൻ്റ് എന്ന് വെച്ചാൽ? ഓക്കെ, പ്രൈമറി ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റിക് ഈവൻറ്റ്സ് ഡിഫൈൻഡ് ഓവർ എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിൻ്റെ അകത്തുള്ള എക്സ്ക്ലൂസീവും ആയിരിക്കണം എക്സോസ്റ്റീവും ആയിട്ടുള്ള ഈവൻറ്റ്സ്, രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഈവൻറ്റ്സിനാണ് നമ്മൾ പ്രൈമറി ഈവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഈവൻറ്റിൽ പഠിക്കുന്നത് ഡിറൈവ്ഡ് ഈവൻ്റ് ആണ്. എന്താണ് ഡിറൈവ്ഡ് ഈവൻ്റ് എന്ന് വെച്ചാൽ 2 or more events joined by the conjunction or is called derived event. അത് രണ്ടോ അതിൽ കൂടുതൽ ഈവൻറ്റ്സിനെ ഓർ ഉപയോഗിച്ച് നമ്മൾ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവൻറ്റ്സിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ഈവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു എയും ബി എന്ന് പറഞ്ഞ രണ്ട് ഈവൻറ്റ്സ് എടുത്ത് അതിൽ എ ഓർ ബി എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് എ യൂണിയൻ ബി. ഓക്കെ, ഓർ എന്ന് പറയുമ്പം യൂണിയനും ഇൻ്റർസെക്ഷനും നമ്മൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞ ഇൻ്റർസെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യപ്പോൾ അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈ ഒരു ഫോമുല എഴുതാൻ പറ്റുന്നതാണ് ഡിറൈവ്ഡ് ഈവൻറ്റ്. എ ഓർ ബി, ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? എ ഓർ ബി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബി ആണ് നമ്മുടെ ഡിറൈവ്ഡ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് അഡീഷൻ തിയറമാണ്. അപ്പോൾ അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഈവൻറ്റ്സ് എടുക്കുക, എ ആൻഡ് ബി. നമുക്ക് 2 ഈവൻറ്റ്സ് എടുക്കുകയാണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു ഫോമുല എഴുതുന്നതിനെയാണ് അഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഇനി നമുക്കിപ്പോൾ ഇവിടെ 2 ഈവൻറ്റ്സിൻ്റെ സ്ഥാനത്ത് ഒരു 3 ഈവൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. അവിടെ നമ്മൾ എഴുതുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് രണ്ടെണ്ണം വരുന്നതിൻ്റെ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ,
ഇനി നമ്മൾ ഈ അഡീഷൻ തിയറിൽ തന്നെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് ഇത് ഏത് ഈവൻ്റ് വന്നാലും ഇതാണ് നമ്മുടെ അഡീഷൻ തിയറം. ഇനി തന്നിരിക്കുന്ന ഈവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കറിയാം രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എം ഡി ആയിരിക്കും. മീൻസ് ഇൻ്റർസെക്ഷൻ 0 ആയിരിക്കും, എം ഡി സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് ഈവൻറ്റ്സ് ആണെങ്കിൽ അഡീഷൻ തിയറം യൂസ് ചെയ്യപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. ആ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. ഓക്കെ, ഇൻ്റർസെക്ഷൻ എം ഡി ആണ് നമ്മുടെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ വാല്യൂ വരത്തില്ല. ബാക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ടൈപ്പ് ഈവൻ്റാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് എന്ന് നോക്കിയാൽ, രണ്ട് ഈവൻറ്റ്സ് എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഡസ് നോട്ട് എഫക്ട് ദ ഒക്കറൻസ് ഓഫ് അതർ. അതായത് ഒരാൾ ഒക്കർ ചെയ്യുന്നത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്. അതായത് ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഈവൻറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഒക്കറൻസ് ഓഫ് അതർ. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ലോ എന്ന് നോക്കാം. ഇഫ് ടു ഈവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈവൻസിൻ്റെ പ്രത്യേകത, ആ രണ്ട് ഈവൻസും ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണെങ്കിൽ നമ്മുടെ ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻലി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ വേറെ പേരാണ് ലാപ്ലേഷ്യൻ ഡെഫിനിഷൻ എന്ന് പറയാറുണ്ട്, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്നും പറയാറുണ്ട്. അപ്പം നമ്മുടെ ലാപ്ലേഷ്യൻ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയും മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, ക്ലാസിക്കൽ ഡെഫിനിഷൻ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇഫ് എസ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് ആണ് ഹാവിങ് എൻ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ടോട്ടൽ ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എൻ ഈവൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ പോയിൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ ഈവൻറ്റ്സ് ഉണ്ട് വിച്ച് ആർ ഈക്വലി ലൈക്ലി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്താണ് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് അതിൻ്റെ അകത്തുള്ള ഓരോ ഈവൻറ്റും ഒക്കർ ചെയ്യുന്നത് ഒരേ ചാൻസ് ആയിരിക്കും. ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. മീൻസ് ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം അവിടെ ഹെഡ് ടെയിൽ, അതായത് ഹെഡ് ഒന്നേ ഉള്ളൂ, ടെയിലും ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒക്കറൻസ് എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കും. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് എടുക്കുക. എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് ടോട്ടൽ എൻ ഈവൻറ്റ്സ് ഉണ്ട്. ആ ഓരോ എൻ പോയിൻറ്റ്സും എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈക്വലി ലൈക്ലിയുമാണ്, ഇൻഡിപെൻഡൻറ്റ് ഔട്ട്കംസും ആണ്. ഓക്കെ, ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ദെൻ എൻ പോയിൻറ്റ്സ് ഇൻ എസ് ആർ സ്മോൾ എൻ പോയിൻറ്റ്സ്. ഓക്കെ, എൻ പോയിൻറ്റ്സ് ഇൻ എസ് ആർ ഫേവറബിൾ ടു എനി ഈവൻറ്റ് എ. അതായത് നമ്മളിവിടെ ക്യാപിറ്റൽ എൻ എന്ന് ഉദ്ദേശിക്കുന്ന ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര ഈവൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ ആ നമ്പറാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹെഡ് ടെയിൽ, അതിൻ്റെ അകത്ത് അപ്പോൾ ടോട്ടൽ എത്ര നമ്പറുണ്ട്? 2 നമ്പേഴ്സ്. ആ 2 നമ്പേഴ്സാണ് ഇവിടുത്തെ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എൻ പോയിൻറ്റ്സ് ഉണ്ട്. അതേ കണക്ക് നമുക്ക് ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്തു നിന്ന് ഒരു സ്മോൾ എൻ പോയിൻറ്റ്സ് നമ്മളൊരു പെർട്ടിക്കുലർ ഈവൻറ്റ് ഒക്കർ ചെയ്യാനുള്ളൊരു ഫേവറബിൾ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന ഈവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പം ഇതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു എ.
അതായത് എക്ക് ഫേവറബിൾ ടു എ ആണ്. എക്ക് ഫേവറബിളായി എത്ര ഔട്ട്കംസ് ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തെടുക്കണം, ടോട്ടൽ പോസിബിൾ ഔട്ട്കം. അതായത് ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട് ആ പോസിബിൾ ഔട്ട്കംസ് മൊത്തത്തിൽ എടുക്കുക. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്, അതാണ് N/N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാപ്ലേഷ്യൻ ഡെഫിനേഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അതായത് ഒരു സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര പോയിൻറ്റ്സ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ് N. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഈവൻ്റ് ഒക്കർ ചെയ്യാനായിട്ട് എത്രയാണ് നമ്പർ എന്ന് നോക്കുക, അത് ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഈവൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് n/N. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഡൈയുടെ കേസ് എടുക്കപ്പോൾ, ഡൈ ത്രോ ചെയ്യപ്പോൾ ആ സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് നമുക്ക് ടോട്ടൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 1 to 6 ആണ്. 1 2 3 4 5 6 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, എനിക്കിതിൻ്റെ അകത്ത് ഇനി എ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന ഈവൻറ്റ്, എന്താണ്, ഈവൻ നമ്പർ കിട്ടാനുള്ള ഈവൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈവൻ നമ്പർ കിട്ടാനുള്ള ഈവൻറ്റ്. അപ്പം നമ്മൾ ഈ എക്കകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരാം, ഇതിൻ്റെ അകത്ത് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 2 4 6. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ സ്മോൾ n ആയിട്ട് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നിൻ്റെ അകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി നമ്മുടെ ഔട്ട്കംസ് എത്രയാണ്, സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എത്ര ഉണ്ട്, അതാണ് N. അത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ഫേവറബിൾ ഔട്ട്കത്തിനെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് പ്രോബബിലിറ്റി ഓഫ് എനി ഈവൻ്റ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ് എ. ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, ക്ലാസിക്കൽ ഡെഫിനിഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ വേറൊരു പേരും കൂടെ നോക്കുക, എംപിറിക്കൽ പ്രോബബിലിറ്റി എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് നോക്കാം. ഇഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് n ടൈംസ്, ഒരു എക്സ്പെരിമെൻറ്റ് n ടൈംസ് റിപ്പീറ്റ് ചെയ്യണം അണ്ടർ എസെൻഷ്യലി ദ ഐഡൻറ്റിക്കൽ കണ്ടീഷൻ, ആൻഡ് ഇഫ് ഔട്ട് ഓഫ് ദീസ് ട്രയൽസ്, ഈ ഒരു n ട്രയൽസിൻ്റെ ഇടയിൽ ആൻഡ് ഈവൻ എ ഓക്കർ m ടൈംസ്, അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഒരു n ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മുടെ ഈവൻ്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് m ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. പ്രോബബിലിറ്റി ദാറ്റ് എ ഓക്കർ ഈസ് ഗിവൺ ബൈ, this is given by probability of A is equal to limit n tends to infinity m/n. അപ്പോൾ ഈ സ്മോൾ m എന്ന് പറയുന്നത് ആ ഒരു ഈവൻ്റ് എ ഒക്കർ ചെയ്യാനുള്ള m ട്രയൽസും, സ്മോൾ n എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെൻ്റ് എത്ര പ്രാവശ്യം നമ്മൾ ട്രയൽ ചെയ്ത് അതിൻ്റെ കേസാണ് ഈ n. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലിമിറ്റ് n tends to infinity m/n. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആ ബേസിക് കൺസെപ്റ്റും അതിൻ്റെ ബേസിക് ടേംസും കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.